ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ഈ എതിർ ക്രിസ്തീയ ലോകത്തിൻ്റെ പ്രതീകമായ മഹദിയാം ബാബിലോൺ എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ദൈവം അവളെ ന്യായം വിധിക്കുന്നതും പുരാജാക്കന്മാരെ മത്തരാക്കിയ എല്ലാ സുഖഭോഗ ആഡംബര വസ്തുക്കളും വ്യാപാരികളെ സമ്പന്നരാക്കിയ എല്ലാ കച്ചവട ചരക്കുകളും സകല ഭൂവാസികളെയും വശീകരിച്ച് വഞ്ചിച്ചു കളഞ്ഞ എല്ലാവിധ ധനസമ്പത്തുകളും ഒന്നൊഴിയാതെ നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് ബാക്കി നോക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-ാം വാക്യം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ലേലുയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അനന്തരം അപ്പോസ്തലൻ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ദർശനങ്ങൾക്ക് ശേഷം സ്വർഗത്തിൽ ഒരു വലിയ പുരുഷാരത്തിൻ്റെ മഹാഘോഷം അപ്പോസ്തലൻ കേൾക്കുകയാണ്. ഇത് ദൈവദൂതന്മാർ ഒന്നിച്ചു ഘോഷിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ഘോഷിച്ചു പറയുന്നത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, യഹോവയെ സ്തുതിപ്പിൻ എന്നാണ് ഈ പദത്തിനർത്ഥം. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനമാണിത്. ഈ ആഹ്വാനം സ്വീകരിച്ച് 24 മൂപ്പന്മാരും 4 ജീവികളും സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിക്കുന്നത് 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഈ പദം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ദൂതസംഘം ദൈവത്തെ സ്തുതിച്ച് ഘോഷിക്കുവാനുള്ള കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 2-ാം വാക്യം. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. വേശ്യാവൃത്തിയുടെ സകല മ്ലേച്ഛതകളാലും ഭൂമിയെ വഷളാക്കിയ മഹാവേശിയായ ദുഷ്ടലോകത്തിന് ദൈവ ശിക്ഷ വിധിച്ചിരിക്കുന്നു. അവൾ കൊന്നൊടുക്കിയ വിശുദ്ധന്മാരുടെ രക്തത്തിന് ദൈവം അവളോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിയും സത്യവുമുള്ളതാണെന്ന് ഏറ്റുപറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. 3-ാം വാക്യം. അവർ പിന്നെയും ഹല്ലേലൂയ, അവരുടെ പുക എന്നേക്കും പോകുന്നു എന്ന് പറഞ്ഞു. അവർ വീണ്ടും യഹോവയെ സ്തുതിക്കാനുള്ള ആഹ്വാനത്തോടെ വിളിച്ചു പറയുകയാണ്, അവളുടെ പുക എന്നേക്കും പോകുന്നു, അവൾ അഗ്നിക്കിരയാകുകയാണ്. എന്നേക്കുമെന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നിത്യദഹനമാണ്. ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത വിധം, ഒരിക്കലും അവസാനിക്കാത്ത ദഹനം. അവരുടെ പുക എന്നേക്കും പോകുന്നു. 4-ാം വാക്യം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ. 24 മൂപ്പന്മാരും 4 ജീവികളും ദൂതസംഘത്തിൻ്റെ ആഹ്വാനം ഏറ്റെടുത്ത് വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയെ ന്യായം വിധിച്ച ദൈവത്തെ വീണ് നമസ്കരിക്കുന്നു. 5-ാം വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. സ്വർഗസിംഹാസനത്തിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം ആയിരിക്കും ഇത്. ദൈവത്തിൻ്റെ ദാസന്മാരും ഭക്തന്മാരും ആയവരിൽ ചെറിയവരും വലിയവരുമുണ്ടെന്ന് 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം കണ്ടു. ദൈവത്തിൻ്റെ ദാസന്മാരായ സകലവരും, ചെറിയവരും വലിയവരും ദൈവത്തെ വാഴ്ത്തുവാനുള്ള ആഹ്വാനമാണിത്. 6-ാം വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു.
ദൈവത്തെ വാഴ്ത്തുവിനെന്ന ആഹ്വാന ശബ്ദം ഉണ്ടായപ്പോൾ അപ്പസ്തോലൻ തുടർന്ന് കേൾക്കുന്നത് വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയുമുള്ള ഒരു മഹാഘോഷമായിരുന്നു. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരമായ സകല വിശുദ്ധന്മാരും സ്വർഗത്തിലെ ദൂതഗണങ്ങളും 24 മൂപ്പന്മാരും 4 ജീവികളും എല്ലാം ചേർന്ന് ഒന്നിച്ച് ആർത്തതുകൊണ്ടാകാം ഇത്ര വലിയ ഗംഭീരമായ ഒരു ശബ്ദം ഉണ്ടായത്. ഹല്ലേലൂയ! സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. ഇതായിരുന്നു ആ കോശം. ഇതേ കോശം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കേട്ടതാണ്. പിതാവായ ദൈവം രാജ്യത്വം ഏറ്റെടുക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമ്പോഴാണെന്നും അത് സഭയുടെ പുനരുത്ഥാന സമയത്താണെന്നും നാം നേരത്തെ കണ്ടതാണ്. അടുത്ത 3 വാക്യങ്ങളിൽ നിന്നും സഭ തേജസ്കരിക്കപ്പെട്ട് തൻ്റെ മണവാളനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 7-ാം വാക്യം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം, കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു ആണെന്നും അവൻ്റെ കാന്ത സഭയാണെന്നുമുള്ളതിന് ആർക്കും എതിര് കാണില്ല. എന്നാൽ കുഞ്ഞാടിൻ്റെ കല്യാണം എപ്പോഴാണെന്നും എവിടെ വെച്ചാണെന്നുമുള്ള വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ വെച്ചാണെന്നും അതല്ല മണവാട്ടിയുടെ ഭവനമായ ഭൂമിയിൽ വെച്ചാണെന്നും പറയുന്നവരുണ്ട്. എന്നാൽ വചനത്തിൽ ഇതിനൊന്നും തെളിവുകളില്ല. അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനപ്രകാരം ഈ വിഷയത്തെ നമുക്ക് പഠിക്കാം. നമ്മുടെ കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ പറന്നത് ഒരു യഹൂദനായാണ്. വളർന്നതും ശുശ്രൂഷ ചെയ്തതുമെല്ലാം യഹൂദന്മാരുടെ ഇടയിലായിരുന്നു. തൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. താൻ പറഞ്ഞ ഉപമകളും സാദൃശ്യങ്ങളുമെല്ലാം യഹൂദ പാരമ്പര്യങ്ങളോടും ആചാരങ്ങളോടും ബന്ധപ്പെട്ടുള്ളതാണെന്ന് നമുക്ക് കാണാം. ഇനി വെളിപ്പാട് പുസ്തകത്തിലെ വചനങ്ങളും യഹൂദ പശ്ചാത്തലത്തിൽ നൽകപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ യഹൂദ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യഹൂദ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വിവാഹ നിശ്ചയം. നിശ്ചയ ദിവസം വധൂവരന്മാരുടെ മാതാപിതാക്കളും ഉത്തരവാദപ്പെട്ട ബന്ധുക്കളും ഒന്നിച്ചുകൂടി വിവാഹത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും സാക്ഷികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞും ചർച്ച ചെയ്തും ഉറപ്പിക്കുന്നു. തുടർന്ന് വധൂവരന്മാരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ അവർ നിയമപ്രകാരമുള്ള ഭാര്യാഭർത്താക്കന്മാരാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നിന്നും നമുക്കിത് വ്യക്തമാകും. മത്തായി 1-18-19 വാക്യങ്ങൾ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. ഇവിടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ജോസഫും മേരിയും വിവാഹിതരാകുന്നതിന് മുമ്പ് ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഭർത്താവായ ജോസഫ് എന്നാണ്. ഒരു പുരുഷനും സ്ത്രീയുമായി വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം വേർപ്പെടുത്തുക എളുപ്പമല്ല. വേർപ്പെടുത്തുന്നത് വിവാഹമോചനത്തിന് തുല്യമാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തുടർന്ന് ഒരു ഇടവേളയാണ്. വരൻ്റെ പിതാവാണ് വിവാഹ ദിവസം തീരുമാനിക്കുന്നത്. വിവാഹ ദിവസം മാത്രമേ വധുവിനെ വിവരം അറിയിക്കൂ. ഈ ഇടവേള സമയത്ത് വരൻ വധുവിൻ്റെ പിതാവിന് സ്ത്രീധനം കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ വരൻ്റെ വീട്ടിൽ വിവാഹശേഷം വധൂവരന്മാർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള മണിയറ ഒരുക്കുന്നു. വിവാഹ നിശ്ചയം കഴിയുന്ന സമയം മുതൽ
മണവാട്ടി ആത്മീയമായും മാനസികമായും ശാരീരികമായും തന്നെ ഒരുക്കി മണവാളൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. വിവാഹ ദിവസമാകുമ്പോൾ വരൻ്റെ പിതാവ് തൻ്റെ മകനെ വിവാഹത്തിനുള്ള സമയമായിരിക്കുന്നു എന്നറിയിക്കും. വരൻ വിവാഹത്തിനായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സംഗീതക്കാരായ തോഴ്മക്കാരുടെ അകമ്പടിയോടെ വധുവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ആർപ്പ് വിളിച്ചും കാഹളമൂതിയുമാണ് മണവാട്ടിയെ തൻ്റെ വരവ് അറിയിക്കുന്നത്. ആടയാഭരണങ്ങൾ അണിഞ്ഞ് അലങ്കാര വിഭൂഷിതയായി തൻ്റെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഭവനത്തിൽ മണവാളൻ തൻ്റെ സ്നേഹിതന്മാരുമായി ചെന്ന് അവളെ ചേർത്തുകൊള്ളുന്നു. ഇതാണ് യഹൂദന്മാരുടെ വിവാഹ രീതി. ഇനിയുള്ളത് വിവാഹ സദ്യയാണ്. അത് വധൂവരന്മാർ വരൻ്റെ ഭവനത്തിൽ എത്തിയതിന് ശേഷമാണ് നടക്കുന്നത്. ഇത് 7 ദിവസമോ 14 ദിവസമോ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ്. നമുക്ക് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്തൃ ബന്ധമായി പറഞ്ഞിരിക്കുന്നത് യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 5-ാം വാക്യത്തിലും യെരമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിലും നമുക്ക് കാണാം. യെശയ്യാ 54:5 ഞാൻ വായിക്കുന്നു. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. യെരമ്യാവ് 3:14 കൂടി ഞാൻ വായിക്കാം. വിശ്വാസത്തായികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായും കാന്തയായും സഭയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:9 നമുക്കത് കാണാം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെയും സഭയെയും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. സഭയെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സഭയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തൻ്റെ മണവാട്ടിക്ക് വേണ്ടി മണിയറ ഒരുക്കുന്ന സമയമാണ് ഇപ്പോൾ. വിവാഹ നിശ്ചയം മുതൽ വിവാഹ ദിവസം വരെയുള്ള ഇടവേള. കർത്താവ് പോകുന്നതിന് മുമ്പ് തൻ്റെ മണവാട്ടിക്ക് വേണ്ടി സ്ഥലമൊരുക്കി മടങ്ങി വന്ന് അവളെ ചേർത്തുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. യോഹന്നാൻ 14:3 ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇങ്ങനെ സ്വർഗത്തിൽ ക്രിസ്തു തൻ്റെ സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി മണിയറ ഒരുക്കി മടങ്ങി വന്ന് അവളെ തന്നോട് ചേർക്കുന്ന സംഭവമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. അതാണ് സ്വർഗത്തിലുണ്ടായ മഹാഘോഷത്തിൽ അപ്പോസ്തലൻ കേട്ടത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ് യഹൂദ പെൺകുട്ടിയെ ഒരുക്കുവാൻ അവരുടെ വീട്ടുകാരും തോഴിമാരും ഉണ്ടാകും. എന്നാൽ ക്രിസ്തുവിൻ്റെ കാന്തയായ മണവാട്ടിയെ ഒരുക്കുവാൻ മറ്റാർക്കും കഴിയില്ല. അവൾ തന്നെത്താൻ ഒരുക്കണം. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നതോടെ ക്രിസ്തുവും ആയുള്ള വിവാഹ നിശ്ചയം കഴിയുന്നു. അന്നു മുതൽ വിവാഹത്തിനായുള്ള ഒരുക്കമാണ്. മരണമോ കർത്താവിൻ്റെ വരവോ സംഭവിക്കുന്നതുവരെ ആ പ്രക്രിയ തുടരും. ഇപ്പോൾ വിവാഹത്തിനായുള്ള വിശേഷ വസ്ത്രം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ ആ ഒരുക്കം എങ്ങനെ നടന്നു എന്ന് പറയുന്നു. 8-ാം വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. ദൈവത്തിൻ്റെ കൃപയാണ് വിവാഹത്തിനുള്ള വിശേഷ വസ്ത്രം ഒരുക്കുവാൻ അവളെ പ്രാപ്തയാക്കുന്നത്.
ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓരോ വിശുദ്ധനും തങ്ങളുടെ നീതിപ്രവൃത്തികൾ കൊണ്ട് തന്നെത്താൻ ഒരുക്കണം. ഒരാളുടെ നീതിപ്രവൃത്തികൾ മറ്റൊരാൾക്കും കണക്കിടയില്ല. ഇങ്ങനെ കുഞ്ഞാടിൻ്റെ കാന്തയായി സഭ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു. സഭ പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടിരിക്കുകയാണ്. പുനരുത്ഥാന ശരീരം നിഷ്പാപാവസ്ഥയിലുള്ളതാകൊണ്ട് അത് ശുദ്ധമാണ്. തേജസ്സുള്ളതാകൊണ്ട് അത് ശുഭ്രമാണ്. നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായ തേജസ്സുള്ള ശരീരം പ്രാപിപ്പാൻ സഭയ്ക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. 14-ാം അധ്യായം നാം പഠിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്കുള്ള പുനരാഗമനത്തിനായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ സഭ എടുക്കപ്പെടും എന്ന് നാം കണ്ടു. തൻ്റെ ഭവനമായ സ്വർഗത്തിൽ നിന്നും സ്നേഹിതരായി സകല ദൂതന്മാരുമായി ഇറങ്ങി വരുന്ന മണവാളനായ കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയുമായി ആകാശത്തിൽ വെച്ച് തന്നെ സംഗമിക്കുന്നു. ഈ സംഭവമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ എന്ന മഹാഘോഷം ഉണ്ടായതായി യോഹന്നാൻ കേട്ടത്. 9-ാം വാക്യം, പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഇത് അപ്പസ്തോലനോട് പറഞ്ഞത് ദൂതനാണെന്ന് അടുത്ത വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. യഹൂദൻ്റെ കല്യാണ സദ്യ 7 ദിവസമോ 14 ദിവസമോ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണെന്ന് നാം കണ്ടു. എന്നാൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഒരിക്കലും അവസാനിക്കാത്ത നിത്യസദ്യയാണ്. നിത്യജീവൻ്റെ നിഷ്ഠലമായ അനുഭവം, കുഞ്ഞാടിനോടുകൂടെ നിത്യകാലം അനുഭവിക്കുന്ന മഹാസന്തോഷം, നമ്മുടെ വാക്കുകൾ കൊണ്ട് അത് നിർവചിക്കുവാൻ കഴിയുകയില്ല. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ ഉപമ നമ്മുടെ കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. ഈ 10 കന്യകമാർ സഭയുടെ പ്രതീകമാണെന്ന് നമുക്കറിയാം. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണം ലഭിച്ചവർ. അതിൽ കുറച്ചുപേർ ബുദ്ധിയോടെ വിവേകത്തോടെ തന്നെത്താൻ ഒരുക്കി കാത്തിരുന്നവരായിരുന്നു. ബാക്കിയുള്ളവർ അലസ്യമായി ജീവിച്ചവരായിരുന്നു. ഒടുവിൽ മണവാളിനെ എതിരേൽപ്പാനുള്ള സമയമായി. അപ്പോൾ മാത്രമാണ് തങ്ങൾ ഒരുങ്ങിയിട്ടില്ലെന്നും കരുതേണ്ടതൊന്നും കരുതിയിട്ടില്ലെന്നും അറിയുന്നത്. സഹായത്തിനായി ഒരുക്കി കാത്തിരുന്നവരെ സമീപിച്ചെങ്കിലും അവർ നിസ്സഹായരാണെന്ന് അറിയിച്ചപ്പോൾ നിരാശരായി നെട്ടോട്ടമോടുകയാണ്. 10-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്ന കന്യകമാർ മണവാളിനോടുകൂടി മണിയറയിലേക്ക് പ്രവേശിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കല്യാണ സദ്യക്ക് ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണെന്ന് വ്യക്തമാകും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും കാത്ത് തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന
മണവാട്ടി സഭ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് നിത്യജീവൻ എന്ന മഹാഭാഗ്യം കൈവശമാക്കിയിരിക്കുന്നു. അവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുവാനാണ് ദൂതൻ യോഹന്നാനോട് പറഞ്ഞത്. മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമെന്നും അറിയിച്ചു. 10-ാം വാക്യം, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ ദർശനങ്ങൾ കാണിക്കുകയും വിവരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൂതനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. ദൂതൻ അപ്പോസ്തലനെ അതിൽ നിന്നും വിലക്കിക്കൊണ്ട് പറഞ്ഞത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനാണ്. യോഹന്നാൻ ഭൂമിയിൽ യേശുവിൻ്റെ സാക്ഷിയാണ്. അതുപോലെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന അനേക സഹോദരന്മാർക്കും തുല്യനാണ് ഈ ദൂതൻ എന്ന് പറയുകയാണ്. പ്രകൃതിയിലല്ല, അവരുടെ ശുശ്രൂഷയിൽ. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവുമാണ് ദൂതൻ യോഹന്നാന് നൽകുന്നത്. 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം അത് കണ്ടു. യോഹന്നാൻ അത് സഭയ്ക്ക് നൽകുന്നു. അത് പ്രവചനത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ദൂതൻ പറയുകയാണ്, എന്നെ നമസ്കരിക്കരുത്, ദൈവത്തെ നമസ്കരിക്കുക എന്ന്. ദൂതൻ രക്ഷ പ്രാപിക്കാനുള്ള ഒരു ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ മാത്രമാണെന്നും ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് ദൂതൻ അപ്പോസ്തലനെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോസ്തലനെ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും കൂടിയുള്ള പ്രബോധനമാണിത്. ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.